നല്ല ദയൊക്കെ ഉള്ള സ്ത്രീകൾക്ക് സൗന്ദര്യം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാരുണ്യം, സ്നേഹം, പ്രേമിക്കുമ്പോൾ സുന്ദരികളാവില്ലേ പെണ്ണുങ്ങൾ ആ പ്രേമകാലത്ത്. അപ്പോൾ പ്രേമം തീർച്ചയായും സൗന്ദര്യം വർദ്ധിപ്പിക്കും. വലിയ ദേഷ്യക്കാരും അകത്ത് വൈരവും അസൂയുള്ളവർക്ക് മുഖത്ത് ഭംഗി ഉണ്ടാവില്ലല്ലോ എവിടെ പോയാലും അല്ലേ. എത്ര പണം കൊടുത്തിട്ടുണ്ട് പാർലറിൽ പോയിട്ടുണ്ട്. മനസ്സിൽ കാണിക്കാനാണ് ദൈവം നമുക്ക് മുഖം തന്നത്. അത്രയ്ക്ക് പെൺകുട്ടികളോട് ഞാൻ പറയാറുള്ളൂ, നല്ല സ്വഭാവമായിട്ട് നല്ല സ്നേഹത്തോടെ ഇരുന്നാൽ നിങ്ങളുടെ മുഖം ആളുകൾക്ക് നോക്കാൻ തോന്നും അല്ലേ. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ 8 വയസ്സാകുമ്പോൾ എന്നെ ഒരു ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ടു അച്ഛൻ, തൃശ്ശൂർ സെൻറ്റ് ജോസഫ്സ് ലാറ്റിൻ കോൺവെൻറ്റ്. അപ്പം എന്നിട്ട് അച്ഛനൊക്കെ കൽക്കട്ടയ്ക്ക് പോയി. ആ ബോർഡിങ് സിസ്റ്ററായിരുന്നു അന്ന് എനിക്ക് തോന്നി വെറുതെ ആണെന്ന്, ഒരു 50 ഉണ്ടാവുള്ളൂ. സിസ്റ്റർ ഫിലോമിന എന്ത് ലാളിക്ക് എന്നെയൊക്കെ വാത്സല്യം കാണിച്ച് എന്നോട്. അച്ഛൻ പോകണ സമയത്ത് കരഞ്ഞപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച്. അപ്പോൾ അവരുടെ മുഖം നോക്കിയപ്പോൾ എന്ത് ഭംഗിയാണ് മുഖം, മാലാഖമാരി. ആ വാത്സല്യം കാരണം, കുട്ടികളോട് സ്നേഹം. സിസ്റ്റർ ഫിലോമിന സ്ത്രീയായി ജനിച്ചാൽ അതൊരു ഭാഗ്യമല്ലേ. വളരൂടെ നിങ്ങൾക്ക് സഹിക്കുമോ അല്ലേ? എന്ത് ഭാഗ്യം. ഇപ്പോൾ ഇവർക്കൊക്കെ വളരണമെങ്കിലും ഇടാൻ പറ്റില്ല. ആളുകൾ വിചാരിക്കുന്ന അപംസങ്ങളാണല്ലേ. അപ്പം നിങ്ങൾക്കൊക്കെ അങ്ങനെ വളട്ട് കിൽക്കാം, മാല ഇടാം. സ്ത്രീയാണ് വലിയ ഭാഗ്യം തന്നെ അല്ലേ. ചങ്ങല ഇടാം, നല്ല അരഞ്ഞാണുണ്ടാക്കിയിടാം, വേണമെങ്കിൽ കാതിലൊക്കെ ഇടാം. ഇപ്പോൾ പക്ഷേ ഒരു കാര്യമുണ്ട്, മാല ഇട്ടിട്ട് പല്ല പർദ്ദയല്ലേ, മനസ്സിലായില്ലേ. മാലയൊക്കെ ഒക്കെ എൻ്റെ പേരക്കുട്ടികളുടെയും എൻ്റെ മക്കളുടെയാണ് ആഭരണങ്ങൾ. ശാപമായിട്ടാണ് കാണുന്നത് കുടുംബത്തിൽ. ഭ്രൂണഹത്യയൊക്കെ ഒരുപാട് നടക്കുന്നില്ലേ നമ്മുടെ നാട്ടിൽ. എനിക്ക് എത്ര പെൺകുട്ടികളുണ്ട്. ഓരോരുത്തരും വന്നിട്ട് അമ്മയെന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഇവിടെ താമസിച്ചും പോവുന്നുണ്ട്. എനിക്ക് പ്രസവിച്ചിട്ടില്ലെങ്കിലും ക്ഷാമമില്ല. ഒരുപാട് പെൺകുട്ടികൾ എൻ്റെ മക്കളാണെന്ന് ഞാൻ കരുതി അവർ വന്നും പോയി ഇരിക്കുന്നുണ്ട്. കേരളത്തിലും അവർ വരുന്നുണ്ട്. ചെറിയ പ്രായക്കാർക്ക് എന്നോട് ദേഷ്യമില്ലല്ലോ, മക്കൾ തന്നെ. അങ്ങനെ മിസ് ചെയ്തിട്ടില്ല. എൻ്റെ ഗർഭപാത്രത്തിൽ വന്നില്ല എന്നേ ഉള്ളൂ. ഇവരൊക്കെ മക്കൾ തന്നെ. അമ്മ എന്ന് വിളിക്കുന്നു, ഇപ്പം ചിലർ ഉമ്മ എന്ന് വിളിക്കുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ അടുത്തല്ലേ വരും, അവരുടെ അമ്മയുടെ അടുത്ത് പോവില്ല. കഴിഞ്ഞ ആഴ്ച ഒരു പെൺകുട്ടി വന്നു അതിൻ്റെ അമ്മയും കൊണ്ട്. വന്ന ഉടനെ അത് കരഞ്ഞു തുടങ്ങി. ഒന്നും പറയില്ല, കെട്ടിപ്പിടിച്ച് കരയന്നെ. അവൾ ലക്ഷദ്വീപിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ചോദിച്ചാൽ മടങ്ങും. എന്തിനാ മോളെ കരയണമെന്ന് ചോദിച്ചാൽ അവൾക്കും പറയാൻ അറിയില്ല. അവളുടെ ഉമ്മ പറഞ്ഞു, സാരമില്ല അമ്മ, സന്തോഷം കണ്ടാവും. എത്ര കാലം ഉമ്മനെ കാണാൻ. ലക്ഷദ്വീപുകാരി എവിടെ, ലക്ഷദ്വീപിലായാലും ഇവിടെ ആയാലും ബോംബെയിലായാലും പാരീസിലായാലും ഒക്കെ നമ്മളൊക്കെ ഒരുമാതിരി തന്നെ. സ്ത്രീകളുടെ മനസ്സ് കുറച്ച് സ്നേഹം കിട്ടാൻ ഇങ്ങനെ കൊതിച്ചുകൊണ്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത്തിരി സ്നേഹം കിട്ടുന്ന സമയത്ത് നമ്മളിങ്ങനെ പോകും അല്ലേ. പിന്നിൽ ചിലർ പറയണ ഉപദേശം കൊടുക്കുന്നു, പെൺകുട്ടികളുടെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ പിന്നാലെ പോകണ്ട, എന്നിട്ട് നിങ്ങളെ പീഡിപ്പിക്കും, അത് ചെയ്യും, കേസുകളൊക്കെ പേപ്പറിൽ വരും. എന്തോ അങ്ങനെ എനിക്കൊന്നും ഉപദേശിക്കാൻ വയ്യ, കഴിവില്ല ഈ കാര്യത്തിൽ.